എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഈ ദൃശ്യങ്ങൾ വന്നപ്പോഴാണ് മർദ്ദനത്തിന്റെ ഭീകരത നാം അറിഞ്ഞത്. അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഈ പോലീസുകാർ, എസ് ഐയും 3 പോലീസുകാരും രക്ഷപ്പെട്ടു പോയ ഡ്രൈവറും ഒക്കെ സർവീസിൽ തുടരുന്നത് എങ്ങനെയാണ്? ഈ കാക്കി കുപ്പായ ഊരി വെച്ച് സലാം പറഞ്ഞു പോകണം സാറേ. എസ് ഐയും 3 പോലീസുകാരും പോലീസിൽ തന്നെ, ഡ്രൈവർ മറ്റൊരു സർക്കാർ സർവീസിൽ, പോലീസിൽ നിന്ന് രാജിവെച്ച് മറ്റൊരു സർവീസിൽ ചേർന്ന് അവിടെ ശമ്പളം വാങ്ങും. ഇവർ സർവീസിൽ തുടരുന്നത് രാഷ്ട്രീയ കേരളത്തിന് അപമാനവും അപകടവുമാണ്. ശ്രീ വിനു, സർക്കാർ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ DGP പറയുന്നത് അതെങ്ങനെയാ വിശ്വസിക്കാൻ കഴിയുന്നത്? അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹം ഇപ്പോൾ ഈ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഡിപ്പാർട്ട്മെന്റൽ അന്വേഷണ സമയത്ത് CCTV കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർ പരിശോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ഈ 2-2.5 വർഷമായിട്ട് അന്വേഷണം നടത്തിയിട്ടും അറിയാൻ കഴിഞ്ഞത് വെറും ഒരു ഇൻക്രിമെൻ്റ് കട്ട് മാത്രമാണ് ഉണ്ടായത്. പിന്നെ അവരെ ആ സന്ദർഭത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി, സാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവരെ ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ഒരു പണിഷ്മെൻ്റ് അല്ലല്ലോ. ഇതെല്ലാവരും കൂടെ ചേർന്ന് സെറ്റിൽ ചെയ്യുകയാണ്. ഈ കാണിച്ചിരിക്കുന്ന വലിയ അക്രമം, ഈ കാണിച്ചിരിക്കുന്ന കൊടും ക്രൂരത, ഇതിന് മറ പിടിക്കാൻ വേണ്ടി കേരളത്തിലെ പോലീസ് ഫോഴ്സ് ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കുകയാണ്. നീതിബോധമുള്ള ഒരു ന്യായാധിപൻ 202 CRPC പ്രകാരം അന്വേഷണം നടത്തി കേസെടുക്കാൻ ഡയറക്ഷൻ കൊടുത്തതുകൊണ്ട് മാത്രമാണ് അവരിന്ന് പ്രതികളായിത്തീരുന്നത്. അങ്ങനെ പറയരുത്, പിന്നെ എങ്ങനെ പറയണം? ഇത്രത്തോളം പകൽ പോലെ വ്യക്തമായി ഒരു മനുഷ്യനെ കൂട്ടം കൂടി നിയമത്തിൻ്റെ മറവിൽ അതിക്രൂരമായി മർദ്ദിക്കുന്നത് പുറത്തു വന്നിട്ടും കേരളം ഇന്ന് ഒരു പരിധിവരെ ശാന്തമായി മുൻപോട്ട് പോകുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ ശക്തമായിട്ടുള്ള അഭിപ്രായത്തെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നു. നിങ്ങൾ ഈ 4 പേരുടെ പേര് മാത്രം, ഫോട്ടോയും മാത്രം കാണിച്ചാൽ പോരാ, അവരേത് സ്ഥലത്ത് നിന്നാണ് വരുന്നതെന്നും കൂടെ ജനം അറിയേണ്ടതായിട്ടുണ്ട്. കാരണം കേരളത്തിലെ ഓരോ പൗരനും കൊടുക്കുന്ന നികുതിപ്പണം എടുത്തുകൊണ്ട് അതുവഴി ശമ്പളം കൊടുക്കുന്ന ഈ പൊതുസേവകരെന്ന് നിയമത്തിൽ വിവക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ ആൾക്കാർ പോലീസ് സ്റ്റേഷന്റെ ഭിത്തിയുടെ മറവിൽ കൊണ്ടുവന്നൊരു മനുഷ്യനെ വാഹനത്തിൽ അതിക്രൂരമായി ആക്രമിച്ചു. നമ്മുടെ എല്ലാം കൺമുമ്പിൽ ഇത്ര മൃഗീയമായിട്ട് അതിക്രമിച്ചതിന് ശേഷം ഇവർ ഇരകളൊന്നും അല്ലല്ലോ, ഇവരുടെ ഐഡന്റിറ്റി പുറത്തു വരിക എന്നുള്ളത് സമൂഹത്തിന്റെ ആവശ്യമാണ്. കോടതിയുടെ നിർദ്ദേശാനുസരണ പ്രകാരം നടത്തിവരുന്ന അന്വേഷണം, ആ അന്വേഷണം ഇപ്പോൾ അട്ടിമറിക്കപ്പെടുകയാണ്. എന്നെ സംശയിക്കരുത്. ഡിപ്പാർട്ട്മെന്റൽ തലത്തിൽ അന്വേഷണവും വിചാരണയും അട്ടിമറിക്കപ്പെടുകയാണ്. ഡിപ്പാർട്ട്മെന്റൽ തലത്തിൽ നടത്തി വന്നിട്ടുള്ള അന്വേഷണം അട്ടിമറിച്ച് കഴിഞ്ഞിരിക്കുക തന്നെയാണ്. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? കാരണം ഒരു ഇൻക്രിമെന്റ് കട്ട് വഴിയൊന്നും തന്നെ, ഈ വിഷ്വൽസ് ഇവരെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇന്ന് ജനം അറിഞ്ഞതിൻ്റെ ജാള്യത മറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ, എന്ത് വെളിച്ചത്തിൽ ഇവർക്കിത് അറിഞ്ഞുകൂടായിരുന്നോ? ഭരണഘടനയുടെ 221 വകുപ്പ് കൊടുക്കുന്ന ജീവിക്കുവാനുള്ള അവകാശം ഇത്ര നഗ്നമായിട്ട്, അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ കക്കയം ക്യാമ്പിൽ കൊണ്ട് ഈ സുജിത്തിനെ ചവിട്ടിത്താഴ്ത്തിയാണ് ഇവന്മാർ. ഇത്ര നഗ്നമായിട്ട് മനുഷ്യാവകാശ ലംഘനം നടത്തിയിട്ട് അവരിന്ന് സർവീസിൽ തുടരുന്നു എന്നുള്ളത് കേരളത്തിൽ ഇന്ന് ജീവിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരന്റെയും മുഖത്ത് കൊടുക്കുന്ന അടിയാണ്. ഈ 353 വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡിൽ പൊതുസേവകനെ തൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നതിൽ നിന്നും തടയുന്നു എന്ന് പറയുന്ന ആ ഒരു വകുപ്പ് മറയാക്കി തിരിച്ച് ചോദ്യം ചോദിക്കാൻ ധൈര്യമുള്ളവനെ ജയിലിൽ കൊണ്ടുപോവുക, അറസ്റ്റ് ചെയ്യുക, റിമാൻഡ് ചെയ്യിപ്പിക്കുക, ജയിലിൽ കൊണ്ട് ബാക്കി മർദ്ദനമേൽപ്പിക്കുക. ഇത് പരമ്പരാഗതമായിട്ട് പോലീസ് സംവിധാനം ദുരുപയോഗം ചെയ്തു വരുന്ന ഒരു പ്രൊവിഷനാണ്. ആ പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞത് മൂലം ആ ദുരാരോപണം നിയമത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. നിരവധി ആൾക്കാരെ തൃശ്ശൂർ ഒരു ജാക്സൺ ചുങ്കത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ട്രെയിനിൽ ഒരു ചെറിയ പോലീസുമായിട്ടൊരു മറ്റൊരാൾക്കെതിരെ പോലീസ് ഫോഴ്സ് ഉപയോഗിച്ചപ്പോൾ ഇയാൾ ചോദ്യം ചെയ്തു. 353 ചുമത്തിയാളെ ജയിലിൽ കൊണ്ടടച്ചു. ഒന്നുമില്ല, ചോദ്യം ചെയ്തു. അതൊരു ശരിയായ പണിയല്ല. വിരൽ ഉയർത്തുന്നവനെ അടിച്ചമർത്തുവാൻ വേണ്ടി 353
വർഷങ്ങളായി പതിറ്റാണ്ടുകളായിട്ട് ദുരുപയോഗം ചെയ്തു വരുന്ന പ്രൊവിഷനാണ്. ആ 353 തന്നെയാണ് സുജിത്തിനെതിരെയും എടുത്ത് ഉപയോഗിച്ചത്. നിങ്ങൾ പ്രൊവിഷൻ ഇൻവോക്ക് ചെയ്തോളൂ, അതിനുശേഷം അടിസ്ഥാനപരമായിട്ട് മാന്യത, ഒരു മനുഷ്യനാണ്, നികുതി പണത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സർക്കാർ ശമ്പളം തരുന്നത് എന്ന് മനസ്സിലാക്കി കുറച്ചൊരു മനസാക്ഷി കാണിക്കാൻ ഇവർക്കൊന്നും വിവരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കുറവല്ലല്ലോ. ഔചിത്യം എന്നൊരു സാധനമുണ്ട്, ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. പോലീസ് സ്റ്റേഷന്റെ 4 ഭിത്തിക്കുള്ളിൽ കാടത്വം പുറത്തു വരുന്നതാണ് കണ്ടത്. DK ബസു കേസിൽ 1997 സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അത് അറസ്റ്റിന് മാത്രമല്ല, അത് ഡിറ്റൻഷനും ബാധകമാണ്. ഒരു വ്യക്തിയെ ഡീറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന്, ആസ് ഏർലി ആസ് പ്രാക്ടിക്കബിൾ, എത്രയും പെട്ടെന്ന് അവരുടെ ബന്ധുക്കളെ അറിയിക്കുക എന്നുള്ളത് നിയമത്തിലെ ഒരു അനിവാര്യതയാണ്. ഇവിടെ വണ്ടിയിലിട്ട് ജീപ്പിലിട്ട് ഇടിച്ചു, അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് CCTV ഉള്ള മുറികളിലും ഇല്ലാത്ത മുറികളിലും ഒക്കെ മാറ്റി ഇടിച്ചു. അയാൾ ജീവിച്ചിരിക്കുന്നല്ലോ എന്നുള്ളത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. എന്ത് ചേതോവികാരമാണ് ഈ കാക്കിയിട്ട കാട്ടാളന്മാരെ നയിച്ചത്? വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ഇവരെയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ DGP ആണെങ്കിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവരെ ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ അവരൊന്നും തന്നെ ഈ ജനാധിപത്യ കേരളത്തിൽ ഇത്ര ഉന്നത പദവികൾ ഇരിക്കുവാൻ ഒരു തരത്തിലും അർഹരല്ല. കാരണം ജനങ്ങളെ നോക്കി അവർ ഇളിച്ചു കാട്ടുകയാണ്. DK ബസു കേസിലെ 3ാമത്തെ ഗൈഡ് ലൈനാണ് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇത്ര ക്രൂരമായിട്ട് മർദ്ദിക്കുമ്പോഴും അതിനു മുമ്പ് എന്തുകൊണ്ട് ഇവരുടെ ബന്ധുക്കളെ അറിയിച്ചിട്ടില്ല? കാരണം അറിയിച്ചാൽ മർദ്ദിക്കാൻ കഴിയില്ല. ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അടുത്തുള്ളവരെയോ അറിയിച്ചു കഴിഞ്ഞാൽ ഈ അക്രമം അവിടെ നടക്കില്ല. എന്ന് മാത്രമല്ല, 5ാമത്തെ ഗൈഡ് ലൈൻ പ്രകാരം ആരെയാണോ ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നത് അയാളെ അയാളുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാൻ ആക്കണം. അങ്ങനെ വല്ലതും ചെയ്യാൻ കഴിയുമോ? അങ്ങനെ വല്ലതും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള അക്രമം നടത്തുവാൻ കഴിയുമോ? ഒരു നിമിഷം പോലും സർവീസിൽ തുടരാൻ യോഗ്യതയില്ല എന്ന് പകൽ പോലെ കേരളത്തിലെ ജനതയുടെ മുമ്പിൽ വിളിച്ചോതുന്ന ഈ ദൃശ്യം നിലനിൽക്കുമ്പോഴും ഈ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി വഴി ഇവരെ സർവീസിൽ നിന്നും റിമൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എങ്ങനെയാണ് പോലീസ് വ്യവസ്ഥ ഒരുമിച്ച് കൂടി നിന്ന് മറ തീർത്ത് ഈ കാട്ടാളന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടി അവരുടെ കാക്കിയുടെ ഇന്റഗ്രിറ്റി ഇത്തരത്തിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഏറ്റവും വലിയ നേർസാക്ഷ്യമാണ്. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? ഈ ഏജൻസി കേരള പോലീസ് ഇത് അന്വേഷിച്ചു കഴിഞ്ഞാൽ, അത് ക്രൈംബ്രാഞ്ച് ആണെങ്കിലും ഏത് ഏജൻസി ആണെങ്കിലും കേരള പോലീസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിനകത്തൊരു അന്വേഷണം മീനിങ് ആയിട്ട് നടക്കുകയില്ല. സാധ്യമെങ്കിൽ ഇത് CBI പോലൊരു ഏജൻസി അന്വേഷിച്ച് ഈ 4 വൃത്തികെട്ടവരെയും 4 പേരെയും സെപ്പറേറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് നിയമപരമായിട്ട് ഇൻട്രോഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോരുത്തരുടെയും റോളുകൾ ഇനിയും പുറത്തു വരും. CBI അന്വേഷണത്തിൽ കുറഞ്ഞ ഒരന്വേഷണത്തിലും ഇതിനെക്കുറിച്ചൊരു സത്യം പുറത്ത് മീനിങ് ഫുൾ ആയിട്ടൊരു നീതിപൂർണമായ വിചാരണയിലേക്ക് കൊണ്ടിയെത്തുന്ന കാര്യം പുറത്തു വരുന്നില്ല. സെക്കൻഡ്ലി, ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി കഴിഞ്ഞിട്ട് ഇവർ ഈ സർവീസിൽ തുടരുന്നു എന്നുള്ളത് എത്രത്തോളം കാക്കി അണിഞ്ഞുകൊണ്ട് ഇവിടുത്തെ പോലീസ് ഭരണാധികാരികൾ ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചു, ജനങ്ങളെ നോക്കി ഇളിച്ചു കാട്ടി എന്നുള്ളതിന്റെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് ഇപ്പോൾ ഈ CCTV വിഷ്വൽസിലൂടെ പുറത്തു വന്നത്. ഞാൻ പോയി അന്വേഷിച്ചാലോ? നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ DGP വൈകിയ വേളയിലെങ്കിലും താൻ അണിയുന്ന കാക്കിയോടുള്ള, അത് ജനങ്ങളോടുള്ള പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് ആ കാക്കിയോടുള്ള അതിന്റെ മഹനീയത നിലനിർത്തണമെന്നുണ്ടെങ്കിൽ പോലീസ് മന്ത്രിക്കും ഇതിന് ഉത്തരവാദിത്വമുണ്ട്. പിന്നല്ലാതെ ഒറ്റ പിടവച്ചെന്നാലുണ്ടല്ലോ പൂക്കൃത്രം കാണിച്ചേ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കാൻ? ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.